എന്റെ നാശം കണ്ട് ഇവർക്ക് തൃപ്തിയായിട്ടില്ല ചെറിയമ്മ. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്കറിയാം. ഒന്ന് നിർത്തുമോളെ. ഒരു ആപത്ത് വരുമ്പോഴാണ് പരസ്പരം വഴക്കിടുന്നത്. ഇവിടെ കിട്ടുന്ന ചക്കക്കുരുന്നല്ലോ, ഷെയറൊക്കെ തന്നെയല്ലേ? ബെസ്റ്റ്. അതെ, ബ്രോക്കറോട് വസ്തു വിൽക്കാനുണ്ടെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ, അതിനുമ്പേ കണക്കെഴുതി തുടങ്ങിയോ? ഇങ്ങോട്ട് എടുത്തേ നോക്കട്ടെ. കാറ് ഇതാവശ്യമുള്ളതാ, ഇരിക്കട്ടെ. മോട്ടോർ ബൈക്ക്. കാറും മോട്ടോർ ബൈക്കും കൂടെ എന്തിനാ? അല്ല, അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്കൊന്ന് കറങ്ങാൻ. അങ്ങനെ വേണ്ട, ബൈക്ക് വെട്ടിക്കോ. നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് കറങ്ങണ്ട. അടി, അതങ്ങനെയല്ലടി. ഞാനും നീയും കൂടി ബൈക്കില് പൊന്മുടി, കന്യാകുമാരി, ഇത് ഏർഡാം, അങ്ങനെ ഒരു കറക്കം. എന്നാ വെട്ടണ്ട. ഡംബല്, ബാർബല്, കെറ്റിൽ ബെല്ല്, ട്രെഡ്മില്ല്, എക്സസൈസ് സൈക്കിള്, റോയിങ് മെഷീൻ, ഇതൊക്കെ എങ്ങനെ? പിന്നെ എനിക്ക് എന്തൊക്കെ എക്സസൈസ് ചെയ്യണ്ടേ? സോഡാ മേക്കർ എന്തിനാ? അതുപോലെ ഈ രണ്ടെണ്ണം അടിക്കണമെങ്കിൽ സോഡ വേണ്ടേ? എന്നാ സോഡാ മേക്കറും ഇല്ല, കള്ളുകൂടിയും ഇല്ല. വെട്ടിക്ക്, വെട്ടാൻ. ഇതിൽ എനിക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ? നീ നോക്ക്. വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, മിക്സി, മൈക്രോവേവ് അവൻ, ഡിഷ് വാഷർ. ആദ്യം കിട്ടുന്നത് എത്രയാണെന്ന് നോക്കട്ടെ ചേട്ടാ, എന്നിട്ട് തീരുമാനിക്കാം എന്തൊക്കെ വേണോന്ന്. അതെ, ഇപ്പൊ കിടന്നുറങ്ങ്, കണക്കപ്പിള്ള വന്നേക്കുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത അതിദാരുണമായ ഒരു സംഭവമാണ് നഗരത്തിൽ നടന്നത്. ഇവരാരും ഉറങ്ങിയിട്ടില്ലല്ലോ ചേട്ടാ, എന്തോ കാര്യമുണ്ടല്ലോ. വന്നേ. ദമ്പതികൾ മരിച്ച സംഭവത്തിൽ പുതിയ വഴിത്തിരിവ്. അവരെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നു കളഞ്ഞ വാഹനം മുൻ മന്ത്രി പ്രതാപ് വർമ്മയുടേതാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രതാപ് വർമ്മയെ പോലെ ഏറെ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ പ്രവൃത്തിയുണ്ടായത് എന്നതാണ് ഏറെ ദുഃഖകരം. കണ്ടില്ലേ, കൊടുത്താ കൊല്ലത്തും കിട്ടും അല്ലേമ്മ? പണ്ടൊക്കെ പിന്നെ ആയിരുന്നു, ഇപ്പോഴിപ്പൊ ദൈവത്തിനൊന്നിനും ഡിലേ ഇല്ല, അപ്പൊ കൊടുക്കും. വഴക്കും പിണക്കമൊക്കെ അങ്ങനെ കിടക്കും. എന്തൊക്കെയായാലും അവിടം വരെ പോയി ഒന്ന് അന്വേഷിക്കണം. ആര്? രാജു കൂടി. കേട്ടോ അമ്മ അച്ഛൻ പറയുന്നത്? ഇവൻ പോവൂന്ന്. ഈ അച്ഛന് നാണോ മാനോന്നും ഇല്ലാതായോ? നാണത്തിന്റെയും മാനത്തിന്റെയും പ്രശ്നമൊന്നും അല്ലടി. അവർക്കൊരു ആപത്ത് വരുമ്പോ പോയി അന്വേഷിക്കണ്ടേ? അമ്മ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അച്ഛൻ രാജുവിനെ പിന്നെ നാണം കെടുത്താൻ വേണ്ടി അങ്ങോട്ട് പറഞ്ഞു വിടുവാ. ഇനി എന്തായാലും എന്റെ മോൻ അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല. അങ്ങോട്ട് പോണമെങ്കിൽ വർമ്മ സാറും മോളും കൂടെ ഇവിടെ വന്ന് രാജുവിനോട് നമ്മളോട് ക്ഷമ ചോദിക്കണം. ഇനി അങ്ങോട്ട് പോയിട്ട് പ്രയോജനമൊന്നുമില്ല, എല്ലാം അമ്മയുടെ കയ്യില. എടീ, ഇവന്റെ ഉള്ളു നേറുക. നിങ്ങളാരും എന്താ ഇത് കാണാത്ത? എന്റെ മോന്റെ ഉള്ളു പൊള്ളിച്ചു വിട്ടത് വേറെ ആരുമല്ലല്ലോ, അവര് തന്നെയല്ലേ. എന്തായാലും എന്റെ മോൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. ആ പ്രതാപവർമ്മയുടെ പെരും തൃക്കോവില് നടക്കിരുത്താനുള്ള കാളയല്ല എന്റെ മോൻ. ഇവനെ ഞാൻ ഇനി അങ്ങോട്ട് വിടുന്ന പ്രശ്നമില്ല. നീ അകത്ത് പോയി കിടന്ന് ഉറങ്ങടാ. ഉറക്കം വരുന്നില്ലമ്മേ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. വേണുവിട്ട് വന്നേ. ചേട്ടാ വന്നേ.
ആരാ ഈ ചതി ചെയ്തത്? എന്റെ കുഞ്ഞ് ആരോടും ഒരു ദ്രോഹത്തിനും പോയിട്ടില്ലല്ലോ. മോനെ പ്രതാപ, നീ ഒന്ന് മുഖ്യമന്ത്രിയെ വിളിച്ചു ചോദിക്ക്. ഞാൻ അത് SI ഒന്ന് വിളിക്കട്ടെ. ആ, അത് നല്ല കാര്യ. ഹലോ വർമ്മ സാർ. ആ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അറിയാതിരിക്കാനൊരു വഴിയില്ല. എന്ത് പറ്റിയതാ സാറേ? ഞാൻ നിരപരാധിയാ. എന്റെ കാർ ആരെയും ഇടിച്ചിട്ടില്ല. പിന്നെ CCTV ഫുട്ടേജ് കിട്ടിയത്? അതൊന്നും എനിക്കറിയില്ല. നടന്നത് എന്താണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സാറ് പറയൂ, ഡീറ്റെയിൽ ആയിട്ട് പറയൂ. ആക്സിഡന്റ്. സാറ് വയ്ക്കോ, എന്തായാലും മോള് കൂടെയുള്ളതല്ലേ. പോയിക്കോ, ഞങ്ങൾ ഇവരെ കൊണ്ടുപോയിക്കോളാം. ഇതാണ് അവിടെ നടന്നത്. അപ്പൊ ഇതിൽ വലിയൊരു ചതിയുണ്ടല്ലോ സാറേ. ഉണ്ട്, ചതിയുണ്ട്. സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? ഞാൻ എത്ര വരെ സംശയിക്കണം? ഞാനിപ്പോ മന്ത്രിസഭയിൽ ഇല്ലെങ്കിൽ പാർട്ടി പ്രസിഡന്റ് അല്ലേ സാർ? ശത്രുക്കളുണ്ടാവുന്ന ഉറപ്പല്ലേ? സാർ, തെളിവുകളെല്ലാം സാറിനെതിരാണ്. പിന്നെ മീഡിയ മൊത്തവും ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു. അവരെടുത്തിട്ട് അലക്കുക സാർ. എന്തായാലും ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. ശരി. അല്ല, അയാളെന്താ പറഞ്ഞേ? തെളിവുകൾ എതിരാണെന്ന് അവര് ഡിസ്കസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എന്റെ ഈശ്വര, ഇതെന്തൊരു കഷ്ടകാലോ. ഇവള് കൂടെ വന്നപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും നാശങ്ങൾ ഉണ്ടാവൂന്ന്. അത്രയ്ക്ക് നന്മയുള്ളവളാണല്ലോ ഇവള്. ശാപം പിടിച്ചൊരു സന്തതി. ഇനി മോളുടെ മേക്കെട്ട് കയറിക്കോ. ഒരു ആപത്തുണ്ടായതിന് ഇവൾ എന്ത് ചെയ്തു? എന്റെ നാശം കണ്ട് ഇവർക്ക് തൃപ്തിയായിട്ടില്ല ചെറിയമ്മ. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്കറിയാം. ഒന്ന് നിർത്തുമോളെ. ഒരു ആപത്ത് വരുമ്പോഴാണ് പരസ്പരം വഴക്കിടുന്നത്.